നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വിഭാഗം ആളുകൾക്ക്, അതായത് സിനിമാ മേഖലയിലെ ഏറ്റവും സഹായങ്ങൾ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പോലുള്ള സാമ്പത്തിക സഹായങ്ങൾ പോലുള്ള പെൻഷൻ പോലുള്ള സാഹചര്യങ്ങൾ വരേണ്ടുന്ന ആളുകളെ പരിഗണിച്ച് തങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെ സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടി മാത്രം സംഘടന രൂപീകരിക്കപ്പെടുന്ന ഒരു നാൾ. ആ ഒരു നാളിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മാറി ആ വിഷയം എടുത്തു നോക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പോർക്കളമായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻസിബ എന്ന് പറയുന്ന, ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരുപാട് പേരുകൾ ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദമാകുന്നുണ്ട്. ഇതിൽ അൻസിബ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രസ്തുത വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രസ്തുത വിശ്വാസ സംഘടന തങ്ങളിലേക്ക് ഫണ്ട് നൽകാൻ തീരുമാനിക്കുന്നു. അത് എതിർത്തതിനെ തുടർന്നാണ് തങ്ങൾക്കിടയിൽ, അമ്മയ്ക്കിടയിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ രൂക്ഷമായത് എന്നുള്ളതാണ്. കേവലം ഒരു വർഗീയ ശക്തി അല്ലെങ്കിൽ കേവലം ഒരു വർഗീയവാദം എന്നതിനേക്കാൾ ഉപരി ഇവിടെ ഇതിനകത്തുണ്ടായിരിക്കുന്നത് അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇന്റർനാഷണൽ ലെവൽ പരമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര തിരിമറികൾ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയിൽ, ഈ പറയുന്ന സ്വന്തം കൂട്ടരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സംഘടനയിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില രാജിവെക്കലൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അത് വെറും രാജിവെക്കലായിരുന്നില്ല. ആ പെണ്ണൊരുത്തി രണ്ടും കൽപ്പിച്ചാണ് രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അമ്മയ്ക്കുള്ളിൽ സംഭവിച്ചത് എന്നതിന്റെ നേർചിത്രം ശ്വേതാ മേനോനടക്കം തെളിവ് സഹിതം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും നെഞ്ഞത്ത് പൊട്ടുന്ന ബോംബ് തന്നെയാണ് അത് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്വേത എന്താണ് ഈ ഒരു സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവ് എന്നുള്ള രീതിയിൽ പല ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിടുമ്പോൾ മറുവശത്ത് ശ്വേതക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ ശ്വേതക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന അത്തരം ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ശ്വേതയ്ക്ക് BJPയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ബന്ധമുണ്ട് എന്നതിനേക്കാൾ ഉപരി BJPയിൽ നിന്ന് ശ്വേതാ മേനോൻ അമ്മ സംഘടനയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പണം സ്വീകരിച്ചു എന്ന തരത്തിലൊക്കെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. എന്തായാലും ശ്വേതയുടെ രാജി പ്രഖ്യാപിച്ച ശ്വേതയുടെ കമ്മിറ്റി തിരിച്ചു വരാൻ കഴിയില്ലെന്ന് മാലാ പാർവതി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരം ഇടപാടുകൾ തുറന്നടിക്കുന്നത് തന്നെ എന്നാണ് അവർ സൂചനകൾ നൽകുന്നത്. കോടതിയെ സ്റ്റേ ചെയ്ത അഡ്ഹോക് കമ്മിറ്റിയെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് ഇപ്പോൾ അൻസിബ, ഉഷ ഹസീന, മായ വിശ്വനാഥ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയുള്ളത്. ഈ പറയുന്നത് പോലെ BJPയിൽ നിന്ന് ഫണ്ട് വാങ്ങൽ, സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളടക്കം ഇവർ ശ്വേതയ്ക്കെതിരെ ഉന്നയിച്ചു കഴിഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നാലെ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ഈ സംഘം രംഗത്തെത്തിയത്. അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കരുതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നുമാണ് ഇരുവരും പറഞ്ഞത് എന്നും ഇതിനു പിന്നാലെ ശ്വേതാ മേനോൻ കുറിക്കുന്നു. ഓടിളക്കി വന്ന 10-15 പേരല്ല, സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും ഭൂരിപക്ഷം ആളുകളാണ് എന്നും അവർ കുറിച്ചു. ശ്വേതയുടെ അവകാശവാദങ്ങൾ ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നുണ്ട്. ശ്വേതയുടെ അവകാശവാദം വിശ്വസിക്കുന്നില്ല എന്നും അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും പരസ്യമായി പ്രതികരിക്കട്ടെ എന്നുമാണ് അൻസിബ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതേസമയം നടൻ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ മൊഴി നൽകാൻ അൻസിബ കഴിഞ്ഞ ദിവസമാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തിയത്. 1 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നും അതോടെ അവിടെ നിന്ന് മടങ്ങിയെന്നുമാണ് സൂചന. അതുമാത്രമല്ല, രമേശ് പിഷാരടി MLA കൺവീനറായി രൂപീകരിച്ച അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുതയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ശ്വേത നൽകിയ ഹർജിയിൽ മുൻസിഫ് കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. കോടതി ഉത്തരവിനെ തുടർന്ന് പിഷാരടി സ്ഥാനം രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ കൂടെ പുറത്തുവന്ന സംഭവത്തിൽ ഇത് ലീക്കായതല്ല എന്നും റിലീസ് ചെയ്തതാണെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തിപരമായി വേദനയുണ്ടെന്നും കോടതി വഴി പോരാടി അധികാരത്തിൽ കടിച്ചു തൂങ്ങിയില്ല എന്നുമാണ് രമേശ് പിഷാരടിയുടെ തീരുമാനം. ശബ്ദരേഖയിൽ ചില ഭാഗങ്ങൾ നിശബ്ദമാക്കി പുറത്തുവിട്ടത് രമേശ് പിഷാരടി
പിഷാരടിയെ അപമാനിക്കലാണ് എന്ന് നടി മാലാ പാർവതിയും ആരോപിക്കുന്നു. BJP-യിൽ നിന്ന് 2 കോടി വാങ്ങി എന്നാണ് ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ശ്വേത മേനോൻ BJP-യിൽ നിന്നും 2 കോടിക്ക് ഫണ്ട് വാങ്ങി എന്ന ആരോപണം അൻസിബയെ അനുകൂലിക്കുന്നവർ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു പറയുന്നു. അദാനി ഗ്രൂപ്പിൽ നിന്ന് ശ്വേത മേനോൻ വഴി 15 കോടി സംഭാവനയായി ലഭിക്കുന്നു എന്ന് BJP നേതാവ് പത്മജ മേനോൻ പറയുന്നതിന്റെ ശബ്ദരേഖയും മാലാ പാർവതി കേൾപ്പിച്ചു. ഇത് അമ്മ സംഘടനയ്ക്ക് വേണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. പരാതി നൽകിയില്ല എന്ന് പറഞ്ഞ് മാപ്പെഴുതി നൽകണമെന്നാണ് രമേശ് പിഷാരടിയുടെ ആവശ്യം എന്ന തരത്തിലും ചില പരാമർശങ്ങൾ അൻസിബയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അൻസിബ തന്നെ ഈ വിഷയത്തിൽ അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ ഒരു ന്യായീകരണം ആയിട്ട് രംഗത്തെത്തി. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കലും ഓരോ കാര്യങ്ങൾ പുറത്തുവിടലും ഒക്കെ തന്നെയാണ് അമ്മയിൽ ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ സംഘടനയുടെ നാശത്തിനാണ്. അതിനേക്കാൾ ഉപരി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കാണ് ഒരു സംഘടനയുടെ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നേർചിത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മയിൽ ഇടക്കാല ഭരണസമിതി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് എറണാകുളം മുൻസിഫ് കോടതി വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു നിലപാടിലാണ് രമേശ് പിഷാരടി എത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. സംഘടനയുടെ ബൈലോ പ്രകാരം നിലവിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധ്യതയില്ലെന്നാണ് നടി ശ്വേതാ മേനോന്റെ വാദം ശരിവെച്ചുകൊണ്ട് കൺവീനറായ രമേശ് പിഷാരടിക്ക് കോടതി താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നത്. പുതിയ ഭരണസമിതി വരുന്നതുവരെ മുൻ വർഷങ്ങളിലെ കീഴ്വഴക്കമനുസരിച്ച് പഴയ സമിതിയെ തന്നെ തുടരണമെന്ന ശ്വേതയുടെ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു. കോടതി ഉത്തരവ് വന്നതോടെ തനിക്ക് ഈ പറയുന്നത് പോലെ പദവികളിൽ കടിച്ചു തൂങ്ങാൻ യാതൊരു ആഗ്രഹവുമില്ല എന്നും 32 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയെ കോടതി കയറ്റാൻ താല്പര്യമില്ല എന്നും രമേശ് പിഷാരടി അറിയിച്ചു. അതുകൊണ്ട് തന്നെ തന്റെ സ്ഥാനം താൻ ഒഴിയുകയാണെന്നും ഇതിനിടെ പ്രശ്നപരിഹാരത്തിനായി താനും ശ്വേതാ മേനോനും തമ്മിൽ നടത്തിയ സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിന് തനിക്ക് കടുത്ത മാനസിക വിഷമമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ ഓഡിയോയിൽ പറയുന്ന അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ തെളിയിക്കട്ടെ എന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ദിവസം അവിടെയുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവർ പ്രഖ്യാപിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയ കൂട്ടത്തിൽ പ്രസിഡന്റ് താൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെക്കുമെന്ന് മറ്റു അംഗങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞത് അവിടെ നിന്നും പോയി. അങ്ങനെ അവിടെ പെട്ടെന്നൊരു അനാഥത്വം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജഗദീഷ് ഏട്ടനെ തൽക്കാലം അധ്യക്ഷനായി ഇരുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി. എന്നാൽ മീറ്റിംഗ് അനന്തമായി നീട്ടുപോയത് കാരണം ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘടനയിൽ ഇങ്ങനെയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യം അവരെന്നെ അറിയിക്കുന്നത്. പിഷാരടി ഇതിൽ നിൽക്കാമോ എന്നവർ ചോദിച്ചു. അപ്പോൾ എനിക്ക് മറ്റ് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മുടെ സ്വന്തം സംഘടന എന്ന നിലയിൽ ഇതിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായം നൽകാൻ സാധിക്കുമെങ്കിൽ അത് തനിക്ക് ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടായത് കൊണ്ട് നിൽക്കാം ചേട്ടാ എന്നുള്ള മറുപടി താൻ നൽകി. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി അവിടെ രൂപീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കമ്മിറ്റി സ്റ്റേ ചെയ്തു എന്ന വാർത്തകളിൽ കണ്ടതിനെ തുടർന്ന് സൈറ്റിൽ കയറി ആ വിധി എന്താണെന്ന് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ അതൊരു വിധി അല്ല, സ്റ്റേ ആണ്. ആ സ്റ്റേയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ കമ്മിറ്റിയെ മൊത്തത്തിലല്ല എന്നെ വ്യക്തിപരമായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മെമ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്, മെമ്പേഴ്സ് എന്നല്ല. എങ്കിലും ഇതിനകത്ത് ഒരു വ്യക്തിപരമായ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഒരു സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ എനിക്കൊരു മീറ്റിംഗിൽ വിളിച്ചുകൂട്ടാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള അധികാരമില്ല എന്ന രീതിയിലാണ് കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേ വന്ന സാഹചര്യത്തിൽ അന്ന് ജനറൽ ബോഡി കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തു. ഇപ്പോൾ കോടതി മാറാൻ പറഞ്ഞുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ആ അഡ്ഹോക് കമ്മിറ്റിയിൽ ചുമതലയേറ്റിട്ട് ഇപ്പോൾ 10-15 ദിവസമായി. ഇതുവരെ ഞങ്ങൾക്ക് സംഘടനയുടെ മിനിറ്റ്സ് ബുക്ക് പോലും ലഭിച്ചില്ല. അവിടുത്തെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെ ഓഫീസുകളുടെ താക്കോലുകൾ പോലും ഞങ്ങൾക്ക് കൈമാറിയിട്ടില്ല. ഞാൻ 2 ദിവസം മുൻപ് മാധ്യമങ്ങളെ കണ്ടു. ഞാൻ ആകെ 2 പത്രസമ്മേളനങ്ങളാണ് പങ്കെടുത്തത്. അത് ഞാൻ പ്രത്യേകമായി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതല്ല. നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പാലക്കാട് പരിപാടി കഴിഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങളെ കണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി നൽകി. അപ്പോൾ ആ മിനിറ്റ്സ് ബുക്കോ താക്കോലോ ഒന്നും തന്നില്ല എങ്കിലും
നമ്മൾ ഇവരോട് നിരന്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് 32 വയസ്സായ ഈ അമ്മ സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്ന് യാതൊരു ആഗ്രഹവുമില്ല. പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനാണ് കരുതിയിരുന്നത്. അതാണ് താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ താൻ ആദ്യമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ ശ്വേതയോടും അൻസിബയോടും ടിനിയോടും അവരുടെ അഡ്വക്കേറ്റ്മാരോടും മല്ലിക ചേച്ചിയോടും ലക്ഷ്മിപ്രിയയോടും ഒക്കെ മണിക്കൂറുകളോളം സംസാരിച്ചു എന്ന് മാത്രമാണ്. അങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് പുറത്തു വന്നത്. ഇതിന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്കുപയോഗിക്കുന്നത് എങ്കിൽ അത് ലീക്കല്ല, റിലീസാണ്.